ഒന്ന്, എനിക്ക് റഹീമിനോട് എനിക്കേറെ സ്നേഹമുള്ള പ്രിയപ്പെട്ട സുഹൃത്ത്, താങ്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ആദ്യം നിങ്ങളുടെ കണ്ണിലെ കോലല്ല കോടാലി എടുത്ത് കളഞ്ഞിട്ട് വേണം ഞങ്ങളുടെയൊക്കെ കണ്ണിലെ കരടെടുത്ത് കളയാനായിട്ട്. ഒന്ന്, ഞങ്ങളുടെ പട്ടികയുടെ മെറിറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ പട്ടികയുടെ മെറിറ്റിനെ പറ്റി പറയുമ്പോൾ താങ്കളുടെ പട്ടികയിൽ 2 പേരെ പറ്റി മാത്രം ഞാൻ പറയാം. ശ്രീ വി രമേശൻ, അദ്ദേഹം മഞ്ചേശ്വരത്ത് നിന്ന് മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, CPM-ന്റെ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയ വ്യക്തിയാണ് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി. കുന്നത്തുനാട്. ഒരു പ്രശ്നം, ഒരു സെക്കൻഡ് പ്ലീസ്. ഇത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയാൻ തുടങ്ങുകയാണോ? എങ്കിൽ അതാണ് ഡിബേറ്റ് എങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. അതാണ് ഡിബേറ്റ് എങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. നീയാണോ? അതെ, ഞാനാണ്. ആരോപണങ്ങളല്ലല്ലോ ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. തർക്കം തുടങ്ങിയിട്ട് ജനാധിപത്യപരമായി സംസാരിക്കുന്ന ഒരു അക്ഷരം പറഞ്ഞില്ല. അല്ല, ഞാനൊന്ന് പൂർത്തീകരിച്ചു. പക്ഷെ വസ്തുതാവിരുദ്ധമാണെങ്കിൽ ശ്രീ രാഹുൽ പറയരുത്. വസ്തുതാവിരുദ്ധമല്ല, പൊതുസമൂഹത്തിലുള്ള കാര്യം ഈ ഡിബേറ്റിൽ വരുന്നതിൽ ഒരു തടസ്സവുമില്ല. വസ്തുതാവിരുദ്ധമാണോ എന്ന് ശ്രീ അയ്യപ്പദാസ് എന്നേക്കാൾ എത്രയോ കാലം മുമ്പ് ചർച്ചകൾ സജീവമായി നിന്ന ആളാണ്. എത്ര കാലമായി മാധ്യമപ്രവർത്തന പാരമ്പര്യമുള്ള താങ്കൾക്കറിയാലോ ഞാൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമായ കാര്യമുണ്ടോന്ന്. ഞാൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ് എങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചോന്നേ, പരാതിയില്ലല്ലോ. കുന്നത്തുനാടിൽ മത്സരിക്കുന്ന ശ്രീനിജൻ 17 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞത് ഞാനല്ല. പത്രക്കട്ടിംഗ് വേണോ? ദേശാഭിമാനി തരാം. മനോരമയല്ല തരുന്നത്, ദേശാഭിമാനി തരാം. പിന്നെ നാണക്കെടുത്തി പറഞ്ഞത് ആരാന്നറിയാമോ? TV രാജേഷ്. അദ്ദേഹത്തിന് ഇപ്പോ സീറ്റില്ല. TV രാജേഷിന് സീറ്റില്ല. അന്ന് TV രാജേഷ് ആരോപണം ഉന്നയിച്ച PV ശ്രീനിജൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. BJP ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. എവിടേക്കാണെന്ന് അറിയാമോ? ഒന്ന് മാവേലിക്കരയിൽ അവരുടെ അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് പഴയ DYFI ചാരുമൂട്ടിലെ നേതാവ്, പഴയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K സഞ്ജു, അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നമ്പർ 1. ചേർത്തലയിലെ BJP-യുടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി PV ജ്യോതിസ്, പഴയ തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ്, CPM-ന്റെ പഴയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നമ്പർ 2. ശവത്തെ കുത്തരുത്. ഇനി എന്റെ ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയില് BJP-യുടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നമ്പർ 3 ബിജു മാത്യു. ബിജു മാത്യുവിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ളന്നൂർ ഡിവിഷനിലെ CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ഇങ്ങനെ 3 അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് പറയാം. ഇനിയും ധാരാളം ആളുകളുണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഈ റഹീം പറഞ്ഞല്ലോ, അതായത് BJP നേതാക്കന്മാർ K സുധാകരന്റെ വീടിന്റെ പടിക്കൽ വന്നു, ചർച്ച നടത്തി. അങ്ങനെ ചർച്ച നടത്തുവാൻ വേണ്ടി നിന്നുകൊടുത്തു K സുധാകരൻ എന്ന് പറഞ്ഞെങ്കിൽ, അങ്ങനെ നിന്നുകൊടുത്ത ഒരാളുണ്ട്. ആരെന്നറിയാമോ? തോട്ടത്തിൽ രവീന്ദ്രൻ, നിങ്ങളുടെ കോഴിക്കോട് നോർത്തിലെ സ്ഥാനാർത്ഥിയാ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. പാലക്കാട് ഞങ്ങൾ മത്സരിപ്പിക്കുന്നു. കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ ഷാഫി പറമ്പലിനെ. ഇവരാരെയാണ് മത്സരിപ്പിക്കുന്നത്? ആ നാട്ടിലെ പാർട്ടിക്കാർക്ക് പോലും അറിയാത്തയാളെ ആരെ സഹായിക്കാൻ വേണ്ടിട്ടാ? BJP-യെ സഹായിക്കാൻ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് ഇടതുപക്ഷത്തെ ജയരാജനെ പോലുള്ള ഫാഷിസ്റ്റുകളായാലും ശരി തന്നെ, BJP-യുടെ ഫാഷിസ്റ്റുകളായാലും ശരി തന്നെ, അവരെ തോൽപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളാണ് K മുരളീധരൻ. അദ്ദേഹത്തെ മത്സരിപ്പിച്ചപ്പോൾ ഇവർ നിയമത്താരെ മത്സരിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണയും പരാജയപ്പെട്ട 15,000 വോട്ടിന്റെ ഫ്ലക്ച്വേഷൻ ഉള്ള ശിവൻകുട്ടി ഇവർ വീണ്ടും മത്സരിപ്പിക്കുന്നു. ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? BJP-യെ സഹായിക്കാൻ വേണ്ടിയിട്ട്. BJP-യെ സഹായിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സ്ഥാനാർത്ഥികളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാ പറയുന്നത്. പിന്നെ ഞങ്ങളെ പറ്റി, പാർട്ടി അച്ചടക്കത്തെ പറ്റി പറയുന്നു. ശരി, വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പളക്കം മനസ്സിലായോ? നിങ്ങളുടെ മുന്നണി നയിക്കുന്നയാളാരാണ്? പിണറായി വിജയൻ. സഖാവ് പിണറായി വിജയന്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി എടുത്തിട്ടില്ലേ? അച്ചടക്കം ലംഘിച്ചതിന്റെ പേരിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ലേ? അങ്ങനെ അച്ചടക്ക നടപടി എടുത്തിട്ടുള്ള ആളാണ് നിങ്ങളുടെ മുന്നണിയെ നയിക്കുന്നത്. അങ്ങനെയുള്ള താങ്കൾ ഇരുന്നിട്ടാണ് ഞങ്ങളെ അച്ചടക്കം പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ?